ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് പി സീരീസിനെ പറ്റിയാണ്. സോ എന്താണ് പി സീരീസ് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമേഷൻ നൊട്ടേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇത് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ, ഈ ഒരു സീരീസ് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് അറിയാൻ പറ്റുന്നതാണ് പി സീരീസ്. പി സീരീസ് ഇവിടെ ഒരു പി ഉണ്ട്, എക്സ്പോണൻ്റ് ആയിട്ട് എന്നിൻ്റെ എക്സ്പോണൻ്റ് ആയിട്ട് പി ഉണ്ട്. ഇഫ് പി ഈസ് ഗ്രേറ്റർ ദെൻ 1, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കൺവേർജ്. If P is lesser or equal to 1, is going to be diverge. അതാണ് സംഭവം. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലേ. സോ ലെറ്റ്സ് സേ സം ഫ്രം 1 to infinity ഓഫ് 1 divided by n squared. ഇത് എത്രയായിരിക്കും? നമുക്കറിയാം n, ഈ പി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ പി എന്താണ്? ഒന്നിനെക്കാട്ടി വലുതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇത് കൺവേർജിങ് ആണെന്നുള്ള കാര്യം. കൺവേർജിങ് ആണ്. ഓക്കെ, കൺവേർജിങ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത നമുക്ക് സം ഓഫ് ഫ്രം 1 to infinity ഓഫ് n റൈസ് ടു നെഗറ്റീവ് പൈ. ഇതെത്രയായിരിക്കും? നമുക്കിത് എക്സ്പോണൻറ്റ് ഫോം അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷണൽ ഫോം ആക്കാം. ഇത് നമുക്ക് ഈ എന്നിനെ താഴേക്കിടാം. അപ്പോൾ നമുക്ക് കിട്ടും 1 ദ സം ഫ്രം 1 to infinity ഓഫ് 1 divided by n റൈസ് ടു പൈ. നമുക്കറിയാം പൈൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 3.14159 ആൻഡ് ഇറ്റ്സ് എൻ ഇറാഷണൽ നമ്പർ. സോ നമുക്ക് എന്ത് പറയാം, ഈ നമ്പർ ഒന്നിനെക്കാട്ടി ഗ്രേറ്റർ ആണെങ്കിൽ അത് എന്തായിരിക്കും? ഒന്നിനെക്കാട്ടി വലുതാണെങ്കിൽ അത് കൺവേർജിങ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ്സ് സേ ദ സം ഓഫ് ഫ്രം 1 to infinity ഓഫ് ദ സ്ക്വയർ റൂട്ട് n ഓഫ് n സ്ക്വയർ ഓഫ് 5th റൂട്ടാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡെസിമൽ വാല്യൂ ഇതൊരു ഫ്രാക്ഷണൽ ഫോമായിട്ട് മാറ്റാം. ഇത് പറയുന്നത് സെയിം ആണ്, ഫ്രം ഇൻഫിനിറ്റി n ഈസ് ഈക്വൽ ടു 1. ഇത് സെയിം ആണ് n റൈസ് ടു 2/5 അല്ലേ. നമുക്ക് ഡെസിമൽ ഇതിലേക്ക് നമുക്ക് താഴേക്കിടാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരെ ഈ ഒരു ഫ്രാക്ഷൻ താഴേക്കിട ഒരു ഫ്രാക്ഷൻ ഫോം ആക്കാം. നമുക്ക് കിട്ടും ദ സം ഫ്രം 1 to infinity ഓഫ് 1 divided by n റൈസ് ടു നെഗറ്റീവ് 2/5. താഴെ കിട്ടുന്നത് നെഗറ്റീവ് ആവും. സോ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒന്നിനെയും കാട്ടി ലെസ്സറാണ്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഡൈവേർജിങ് ആണ് ചെയ്യുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് രണ്ടെണ്ണമാക്കി മാറ്റാം. സോ സം ഫ്രം 1 to infinity ഓഫ് n റൈസ് ടു നെഗറ്റീവ് 2.4 പ്ലസ് ദ സം ഫ്രം 1 to infinity ഓഫ് ലെറ്റ്സ് സേ നമുക്ക് ഈ 8 നമുക്ക് ഫ്രണ്ടിലേക്ക് ഇടാം. ഓക്കെ, 8 ഫ്രണ്ടിലേക്ക് ഇടാം. 8 ടൈംസ് ദ സം ഫ്രം 1 to infinity ഓഫ് n റൈസ് ടു നെഗറ്റീവ് 1.6. നമുക്ക് ഇതിൻ്റെ ഇത് കാണിക്കുക. ഇത് നമുക്ക് നേരെ താഴെ ഇടാം. അപ്പോൾ നമുക്ക് കിട്ടും സം ഫ്രം 1 to infinity ഓഫ് 1 divided by, അത് നെഗറ്റീവാണ്, ഇത് എന്താവും? പോസിറ്റീവ് ആവും, 2.4 ആവും. പ്ലസ് ദ സം ഓഫ് ഇൻഫിനിറ്റി n ഈസ് ഈക്വൽ ടു 1 ഓഫ് 1 divided, ഇതിനെ നമുക്ക് താഴേക്കിടാം, അത് പോസിറ്റീവ് ആവും. സോ n റൈസ് ടു 1.6. നമുക്കറിയാം 2.4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദെൻ 1 ആണ്. സോ ഗ്രേറ്റർ ദെൻ 1 ആണെങ്കിൽ അത് കൺവേർജിങ് ആണ് ചെയ്യുന്നത്. സോ കൺവേർജിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും എന്തായിരിക്കും? കൺവേർജിങ് ആയിരിക്കും ചെയ്യുക. കൺവേർജിങ് തന്നെയാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മൾ പി സീരീസിനെ പറ്റിയുള്ള ഇനിയും കുറേ വീഡിയോ ഉണ്ടാക്കും. സോ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം.